അതായത് അനീഷ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഡമ്മി പ്രതികളാണോ എന്ന് സംശയിക്കണോ അനീഷ്? ഇവിടെ 3 പ്രതികൾ പോലീസ് ഈ കൊട്ടേഷൻ സംഘത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോഴാണ് മജിസ്ട്രേറ്റിന് മുൻപാകെ കീഴടങ്ങാൻ 3 പേരും എത്തുന്നത്. അതിനിടെ പോലീസ് നാടകീയമായി കോടതി വളപ്പിൽ നിന്നും 3 പേരെയും പിടികൂടുന്ന സാഹചര്യവും ഉണ്ടായി. ഈ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് യഥാർത്ഥ പ്രതികളല്ല എന്ന് തന്നെയാണോ? കാരണം യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു എന്തെങ്കിലും സാധ്യതയുണ്ടോ? പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം എന്താണ്? ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന് ഇതിൽ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ, അതും ഈ വടക്കൻ ജില്ല കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുള്ള വ്യക്തി, വലിയ ബിസിനസ് സംരംഭങ്ങളുള്ള വ്യക്തി, അങ്ങനെ ഒരാളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത്തരം വലിയ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ കേരളത്തിൽ കേവലം കാണുന്ന ഇടപാടുകൾക്കും അപ്പുറം വലിയ $1 ബില്യൺ ഇടപാടുകൾ നടത്തുന്ന ആളാണ് മുഹമ്മദ് അലി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം സമകാലികമായി നൽകുന്ന ഇടപാടുകളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ താപ്പാനയാണ്, അല്ലെങ്കിൽ വലിയ സമ്പന്നനായ ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഈ സമ്പന്നതയ്ക്കപ്പുറം പലപ്പോഴും പല വിധത്തിലുള്ള ആരോപണങ്ങളും ഇദ്ദേഹത്തിന് എതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സൗദിയിലെ ഇദ്ദേഹം നടത്തുന്ന ഹെൽത്ത് കെയർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടും ആശുപത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്തൊക്കെ ചികിത്സ നൽകിയതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഈ സൗദി പൗരന്മാർക്കായി സൗദി സർക്കാർ നൽകിയ ചില സേവനങ്ങൾ വഴിയുമായി ബന്ധപ്പെട്ടൊക്കെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില നിയമ നടപടികൾ നടക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ചികിത്സയ്ക്കായി ഇൻഷുറൻസ് ആണ് കൂടുതൽ ആളുകൾ അവിടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. അത്തരം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ചില ബ്ലാങ്ക് പേപ്പറുകളും മറ്റുമൊക്കെ ഒപ്പിട്ട് വാങ്ങിയെന്നടക്കമുള്ള ചില ആരോപണങ്ങൾ, ചില പരാതികളൊക്കെ ജിദ്ദയിൽ ഉയർന്നിരുന്നു. ഒപ്പം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും ഇദ്ദേഹത്തിനെതിരെ ഉയർന്നുണ്ട്. പ്രത്യേകിച്ചും വയനാട്ടിൽ ഒരു കോളേജിന് വേണ്ടി 10 ഏക്കർ സ്ഥലം കച്ചവടം നടത്തുകയും പിന്നീട് ആ സ്ഥലം വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നടക്കമുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ സ്ഥലക്കച്ചവടത്തിൻ്റെ പേരിൽ തന്നെ വലിയ ഇടപാടുകൾ നടത്തുന്നുണ്ട്. ഏതാണ്ട് 2000 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു എന്ന ചില ആരോപണങ്ങൾ ഉയർന്നുണ്ട്. വൻകിടരായ അല്ലെങ്കിൽ വൻതോക്കുകളായ ചില ബിസിനസ്സുകാരുമായി, ചില രാഷ്ട്രീയക്കാരുമൊക്കെയായി ഇദ്ദേഹം ഈ ഇടപാടുകളിൽ ബന്ധപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അവരുമായി ചില കേസുകൾ ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ പലരുമായും ചില ഇടപാടുകൾ നടത്തുന്നുണ്ട്. സാമ്പത്തിക തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം തർക്കങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കൊടുവിലാണ് ഇത്തരമൊരു കൊട്ടേഷനിലേക്ക് നീങ്ങിയത്. അതിൽ ഏത് സ്ഥലത്തു നിന്നുള്ള കൊട്ടേഷനാണ് എന്നാണ് നമുക്ക് വ്യക്തമായി ഇനി അതാണ് അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരം ആരോപണങ്ങളൊക്കെ ഈ മുഹമ്മദ് അലിക്കെതിരെയും നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നാലെയാണ് ഇതുപോലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കഥകൾ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ പുറത്തു വരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാകാം മുഹമ്മദ് അലി യഥാർത്ഥ വസ്തുതകൾ പലതും മറച്ചു വയ്ക്കുന്നതെന്ന സംശയം പോലീസിനുമുണ്ട്. അന്വേഷണ സംഘം ആ തലങ്ങളിലേക്കും അന്വേഷണം നടത്തുന്നുണ്ട്. അനീഷിലേക്ക് തിരികെ എത്താം. അതിനു മുൻപ് മുഹമ്മദ് അലി ഈ തട്ടിക്കൊണ്ടുപോകാൻ പോയ സംഘത്തിൻ്റെ കസ്റ്റഡിയിലായിരുന്നപ്പോൾ മകനയച്ച ശബ്ദ സന്ദേശം ഒരിക്കൽ കൂടി കേൾക്കാം. മോനെ അലി, എടാ 70 കോടി റുപ്യ ഞാൻ വളരെ പൈസ പറ്റിയതുണ്ട്. ആ പൈസ ഈ ആൾക്കാർക്ക് കൊടുക്കേ, എൻ്റെ ഒരു തെറ്റ് പറ്റിയതാണ്. എടാ അലി, ആ പൈസ ഓർക്ക് കൊടുക്ക്. പോലീസുകാരെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമല്ല, ഒരു ന്യൂസിലും കാര്യത്തിലും ഒന്നും വേണ്ട. ഓർക്ക് കൊടുക്കണ്ട പൈസ കൊടുക്കണ. ഓർക്ക് ഞാൻ കൊടുക്കേണ്ട പൈസയാണ്. ഓലെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് 70 കോടി കൊടുത്തിട്ട്. അല്ലാ, പോലീസിൻ്റെ പിന്നാലെ ന്യൂസിലും മറ്റോടത്തും ഒന്നും നീ പോയിട്ട് ഒരു കാര്യമല്ല. അല്ലാ. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അനീഷ്, നമുക്കറിയാം ഈ കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് തട്ടിക്കൊണ്ടുപോകലും മർദ്ദനവും കൊലപാതകവുമൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. ഏറ്റവും ഒടുവിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ
മാമിയുടെ തിരോധാനത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. മാമി എവിടെയെന്നറിയില്ല, തട്ടിക്കൊണ്ടുപോയത് ആരെന്നറിയില്ല. പോലീസ് അതിൻ്റെ അന്വേഷണം വഴിമുട്ടിയ സാഹചര്യം മാത്രമല്ല, ഇതിനു മുൻപ് നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളെ തുടർന്ന്, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെ തുടർന്ന്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നുള്ള തട്ടിക്കൊണ്ടുപോകൽ, ഒടുവിൽ കൊലപാതകത്തിൽ വരെ കലാശിച്ച സംഭവം. കഴിഞ്ഞ വർഷം കോഴിക്കോട് താമരശ്ശേരിയിൽ ഷാഫി എന്ന ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയത് അതും വിദേശ രാജ്യത്തുണ്ടായ ഒരു വലിയ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിഹിതത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഷാഫിയുടെ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു. കാരണം പോലീസിന് പോലും പിടികൊടുക്കാതെ ഈ കൊട്ടേഷൻ സംഘങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ വലിയ രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ യഥാർത്ഥ പ്രതികളിലേക്ക്, കൊട്ടേഷൻ ഏറ്റെടുക്കുന്നവരിലേക്കോ കൊട്ടേഷൻ നൽകുന്നവരിലേക്കും അന്വേഷണം എത്താത്ത സാഹചര്യം ഉണ്ടാകുന്നത്? അത് പോലീസിൻ്റെ പിടിപ്പുകേടല്ലേ അനീഷ്? തീർച്ചയായും ടോം, കഴിഞ്ഞ കുറച്ച് നാളുകളായി നോക്കിയാൽ മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും 3 തരത്തിലാണ് ഇത്തരം ഇടപാടുകൾ അല്ലെങ്കിൽ കൊട്ടേഷൻകാർ ഇടപെടുന്നത്. ഒന്ന്, ഈ സ്വർണം പൊട്ടിക്കൽ തന്നെയാണ്. വിമാനത്താവളത്തിൽ നിന്നും ഒരു നിർദ്ദിഷ്ട സ്ഥാനത്തേക്ക് എത്തുന്ന സ്വർണം ഈ കൊണ്ടുപോകുന്ന ആളുകളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് മറ്റൊരു സംഘം വന്ന് ഈ സ്വർണം തട്ടിക്കൊണ്ടുപോകുന്നു. അതാണ് പൊട്ടിക്കൽ പറയുന്നത്. ഈ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് കിടമത്സരങ്ങൾ, ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരുകൾ എന്നിവയൊക്കെ, ഈ കള്ളക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള പോരൊക്കെ പലപ്പോഴും കടുക്കുമ്പോൾ ഇതിനൊടുവിൽ ഇവർ ചുമതലയേൽപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളെയാണ്. 2, ഈ കുഴൽപ്പണ ഇടപാടുകൾ, അതായത് ഒരു സ്ഥലത്ത് നിന്നും നിയമവിരുദ്ധമായ അല്ലെങ്കിൽ നിയമവിധേയ മാർഗത്തിൽ കൂടി അല്ലാത്ത പണം മറ്റൊരിടത്തേക്ക് എത്തിക്കുന്ന ഇടപാടുകൾ. അത് കേരളത്തിൽ മാത്രമല്ല, പുറത്തുനിന്ന് എത്തിക്കുന്ന പണം ഇവിടെ ഒരാളെ ഏൽപ്പിക്കുന്നു, അത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നു, അങ്ങനെയുള്ള നിയമവിരുദ്ധമായ ഇടപെടൽ. അത്തരം ഈ കുഴൽപ്പണ ഇടപാടുകളിലും പുറത്തുനിന്നുള്ള ആളുകൾ എത്തുന്നു, അവർ ഈ പണം തട്ടിക്കൊണ്ടുപോകുന്ന ഒക്കെ സാഹചര്യം. ഇത് നിയമവിരുദ്ധമായ പണം ആയതുകൊണ്ട് തന്നെ പോലീസിലൊക്കെ പോയി പരാതിപ്പെടാൻ പോലും പറ്റാത്ത സാഹചര്യം. ഒപ്പം ഈ പണത്തിൻ്റെ ഉറവിടം കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. 3ാമതാണ് ഇത്തരം വൻകിട ഭൂമി ഇടപാടുകൾ അല്ലെങ്കിൽ ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആളുകൾ തമ്മിൽ ഇടപെടുമ്പോൾ പലപ്പോഴും തട്ടിപ്പിൻ്റെ അംശം അതിലേക്ക് കയറുകയും പണം മടക്കി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഒരാളെത്തും, അല്ലെങ്കിൽ മനഃപൂർവ്വം പണം മടക്കി നൽകാൻ തയ്യാറാവാതെ വരുന്ന സാഹചര്യം. ഇത്തരം 3 ഇടപാടുകളിലും കൊട്ടേഷൻകാരാണ് പിന്നീട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഇടപെടുന്നത്. ഇത്തരം കേസുകളിൽ ഒന്നും, പ്രത്യേകിച്ചും സ്വർണം പൊട്ടിക്കലിലും കുഴൽപ്പണ ഇടപാടുകളിലും ഒന്നും നേരിട്ട് പോലീസിലേക്ക് പോയി പരാതി നൽകാനോ അല്ലെങ്കിൽ തങ്ങൾ നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നേരാണ് എന്ന് ബോധിപ്പിക്കാനോ കഴിയാത്ത സാഹചര്യം. കാരണം 100% നിയമവിരുദ്ധമായ ഇടപെടലുകളാണ് നടക്കുന്നത്. 3ാമതിടത്താണ് അല്പമെങ്കിലും നിയമപരമായ പരിരക്ഷ ഉള്ളത്. പക്ഷേ പലപ്പോഴും നേരിട്ടുള്ള അക്കൗണ്ടുകൾ വഴിയുള്ള പണമായിരിക്കില്ല, അല്ലെങ്കിൽ യഥാർത്ഥ ഇടപാടുകൾക്ക്, നിയമവിരുദ്ധമായ ഇടപാടുകൾക്ക് അപ്പുറമുള്ള വൻ തുക രേഖപ്പെടുത്തുന്ന സാഹചര്യം. അങ്ങനെ അപ്പോഴും അത്തരത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. അവിടെ നിയമപരമായി മുന്നോട്ട് നീങ്ങിയാൽ പിന്നെയും വർഷങ്ങളോളം എടുക്കും, പക്ഷേ പൂർണ്ണമായും പണം തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ പക്കലേക്ക് അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ പക്കലേക്ക് ഇത്തരം ഒത്തുതീർപ്പുകൾ അല്ലെങ്കിൽ ഇത്തരം റിക്കവറികളൊക്കെ ചെല്ലുന്ന സാഹചര്യം. ഇപ്പോൾ പൂർണ്ണമായും ഈ കർണാടക മേഖലയിലുള്ള മംഗലാപുരം അതിർത്തിയിലൊക്കെ ഉള്ള കൊട്ടേഷൻ സംഘങ്ങളാണ് വടക്കൻ കേരളത്തിലെ ഓപ്പറേഷനുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിർവഹിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ആരാണ് ഈ സിൻഡിക്കേറ്റിനെ നിയോഗിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് സിൻഡിക്കേറ്റിനെ പരിരക്ഷിക്കുന്നത് എന്നൊക്കെ ഇപ്പോഴും ഗോപ്യമായി തന്നെ അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന രീതിയിൽ തന്നെ ഉണ്ട്. നമുക്ക് ഈ പാലക്കാട്ടെ കേസ് തന്നെ പരിശോധിച്ചാൽ ഈ ആദ്യം ഒരു പ്രതിയെ പിടികൂടുന്നു, പിന്നീട് 3 പ്രതികൾ സ്വമേധയാ പോലീസിലേക്ക് എത്തിപ്പെടുകയാണ്. അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ കേസ് പോലും എടുക്കുന്ന മുമ്പ് അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ FIR പോലും ഇടുന്നതിന് മുമ്പ് തന്നെ 3 പ്രതികൾ, സാധാരണക്കാരായ ആളുകൾ, കോടതിയിലേക്ക് ചെന്ന് കീഴടങ്ങി പോലീസിൻ്റെ പക്കലേക്ക് പോയി തങ്ങളാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് സമ്മതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പക്ഷേ അപ്പോഴും നമുക്കറിയാം ഈ കസ്റ്റഡിയിലായ 4 ചെറുപ്പക്കാരല്ല ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം. സർവ്വസജ്ജമായ സന്നാഹങ്ങളോടെ വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷനോടുകൂടിയൊക്കെയാണ് ഈ കൊട്ടേഷൻ സംഘങ്ങൾ എത്തുകയും ഈ ആളുകളുമായി മടങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ വിവാദത്തിലാകുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ ബന്ധുക്കൾ പുറത്തു
പറയുമ്പോഴൊക്കെ മാത്രമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും അറിയുന്നത്. ഇതല്ലാതെ തന്നെ സെറ്റിൽ ചെയ്യുന്ന ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. ഈ മുഹമ്മദ് അലിയുടെ കേസാണെങ്കിൽ പോലും മകൻ ഒരുപക്ഷെ 70 കോടി രൂപ നൽകിയിരുന്നെങ്കിൽ ഇയാളെ വെറുതെ വിട്ട് ഇയാൾ പുറത്തേക്ക് വരികയും ഇയാളത് പുറത്ത് പറയാതെ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തേക്കുന്നത്. അതുകൊണ്ട് വലിയ ഒരു സിൻഡിക്കേറ്റ് തന്നെയാണ് മലബാർ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. കർണാടകത്തിൽ നിന്നുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഇതിന് പിന്നിലുള്ളതും. പക്ഷെ നമുക്കറിയേണ്ടത് ആരാണ് അതാണ് അനീഷ് സൂചിപ്പിക്കുന്നത് പോലെ വലിയൊരു സംഘം തന്നെ ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവമല്ല മുഹമ്മദ് അലിയുടെ തട്ടിക്കൊണ്ടുപോകൽ. ഒരുപക്ഷേ അനീഷ് നേരത്തെ വ്യക്തമാക്കിയ കാര്യമുണ്ട്. ഈ മുഹമ്മദ് അലിയുടെ മകൻ ആ 70 കോടി രൂപ നൽകിയിരുന്നുവെങ്കിൽ ഈ സംഭവങ്ങളൊന്നും പുറലോകം അറിയില്ലായിരുന്നു. ഒരുപക്ഷെ കോഴിക്കോട് താമരശ്ശേരിയിലെ ഷാഫിക്ക് സംഭവിച്ചതും അതുതന്നെയാണ്. ഷാഫി രക്ഷപ്പെട്ടു. ഷാഫിയെ ആ കൊട്ടേഷൻ സംഘം മോചിപ്പിച്ചു. അതിനുശേഷം പരാതിയോ മറ്റു നടപടികളോ ഉണ്ടായില്ല. യഥാർത്ഥ കൊട്ടേഷൻ ഏറ്റെടുത്തവരിലേക്കും കൊട്ടേഷൻ നൽകിയവരിലേക്കും അന്വേഷണം എത്തിയില്ല. കാരണം ഷാഫി തന്നെ അക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല. അതിന് പിന്നിലും ഉള്ള കാരണം അന്ന് കൊട്ടേഷൻ എന്തുകൊണ്ടാണ് ഏറ്റെടുത്തത്, ആ പറഞ്ഞുറപ്പിച്ച തുക ഷാഫി നൽകിയതാകാം. അതുപോലെ പല സംഭവങ്ങളും. പക്ഷെ ഇവിടെയും ഇന്നും ദുരൂഹമായി നിലനിൽക്കുന്നത് കോഴിക്കോട്ടെ മാമിയുടെ തിരോധാനമാണ്. അതിനു പിന്നിലും റിയൽ എസ്റ്റേറ്റ് ഇടപാടായിരുന്നു. പക്ഷേ മാമിയയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു. മാമിയുടെ കുടുംബം ഇപ്പോഴും നിയമ പോരാട്ടത്തിലുമാണ്.